പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 34-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന പഠന വിഷയമാക്കുന്നത് മനുഷ്യൻ്റെ ദൈവനിശ്ചിത ലക്ഷ്യവും അവൻ ലക്ഷ്യം തെറ്റാനുള്ള കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. ആദ്യം നമുക്ക് മനുഷ്യൻ്റെ ദൈവനിശ്ചിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. രൂപരഹിതവും ശൂന്യവും അന്ധകാര നിബിഡവുമായ പ്രപഞ്ചത്തിൽ ദൈവാത്മാവിൻ്റെ ചലനാത്മകമായ ഇടപെടലും ഇരുളകറ്റുന്ന വചന വെളിച്ചവും വചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ക്രിയാത്മക പ്രവൃത്തിയുമാണ് സൃഷ്ടികർമ്മത്തിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം സൃഷ്ടിച്ച് ക്രമീകരിച്ചതിന് ശേഷം ദൈവം പ്രത്യേകം ആലോചിച്ച് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ തൻ്റെ കൂടെ പാർപ്പിച്ചു. അവന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പർദീസായിൽ തൻ്റെ കൂടെ പാർപ്പിച്ചു. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നകന്നു. എങ്കിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല, അവനെ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി. ഇപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുകയും ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കുകയും ചെയ്തതിന് പിന്നിൽ 3 പ്രധാന ദൈവനിശ്ചിത ലക്ഷ്യങ്ങളാണുള്ളത്. 1. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുകയും ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മറ്റു സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൻ്റെ സൃഷ്ടാവും അവകാശിയുമായ ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനും ആരാധിക്കാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുമുള്ള കഴിവും ഉത്തരവാദിത്വവും നൽകിയിട്ടുണ്ട് ദൈവം. മാത്രമല്ല, സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവനും വേണ്ടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക മനുഷ്യൻ്റെ കടമയാണ്. നാം ദൈവത്തെ അറിയുകയും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 14:2 പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. സങ്കീർത്തനം 53:2 പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. നാം ദൈവത്തെ തേടുന്ന, ദൈവത്തെ അറിയുന്ന ജ്ഞാനികളാവുകയും അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യണം. സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവനും വേണ്ടി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക മനുഷ്യൻ്റെ കടമയാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. അവരെ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കി അവിടുത്തെ സ്വന്തം ജനമാക്കി തീർത്തു. ഇസ്രായേൽ ഒരാരാധനാ സമൂഹമാണ്. ദൈവാരാധനയാണ് അവരുടെ പ്രധാന ധർമ്മം. ദൈവപുത്രൻ്റെ തിരുരക്തത്താൽ നിത്യമായ ഉടമ്പടി ചെയ്ത് സ്വന്തമാക്കിയ പുതിയ ഇസ്രായേലായ സഭ ഒരു നിത്യാരാധനാ സമൂഹമാണ്. സഭയോട് ചേർന്ന് നിന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയാണ് സഭാമക്കളുടെ ധർമ്മം. 2-ാമത്തെ ദൈവനിശ്ചിത ലക്ഷ്യം, കർത്താവ് മനുഷ്യനെ ഇപ്രകാരം അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി 1:28. അതായത് ദൈവിക ഛായയിൽ മനുഷ്യൻ വർദ്ധിച്ചു പെരുകി തിന്മയെ കീഴടക്കുകയും ഭൂമിയിൽ ദൈവഭരണം സംജാതമാക്കുകയും ചെയ്യണം. ഈ ഉത്തരവാദിത്വമാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചത്. എന്നാൽ തുടരെ പാപത്തിന് അടിമയായിക്കൊണ്ടിരുന്ന മനുഷ്യന് ഈ ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചില്ല. അവസാനം ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, മരണോത്ഥാനം എന്നിവയിലൂടെ ഭൂമിയിൽ ദൈവഭരണം സംജാതമായി. സഭയിലൂടെ അതിൻ്റെ യുഗാന്ത പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവരാജ്യ വ്യാപ്തിയിലും യുഗാന്ത പൂർത്തീകരണത്തിലും പങ്കുചേരുകയാണ് ക്രിസ്തു ശിഷ്യരുടെ ധർമ്മം. യേശു നമ്മോട് അരുളി ചെയ്തതുപോലെ ആദ്യം നാം
അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:33. മൂന്നാമത്തെ ദൈവനിശ്ചിത ലക്ഷ്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിളിയിലും ദൗത്യത്തിലും അടങ്ങിയിരിക്കുന്ന മൂന്നാമത്തെ ദൗത്യം ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ കൂടെ വസിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് മനുഷ്യൻ വളരുകയും സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരീകരിച്ച് ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചടുപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ നമുക്ക് ചുറ്റും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും രൂപപ്പെടുത്തുകയും ചെയ്യണം. ത്രിയേക ദൈവത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി സഭയോട് ചേർന്ന് രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ പങ്കുകാരായി രക്ഷാകര പദ്ധതിയുടെ യുഗാന്ത പൂർത്തീകരണത്തിന് നാം വഴിയൊരുക്കണം. ഈ 3 കാര്യങ്ങളുമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിളിയും ദൗത്യവും അഥവാ ദൈവനിശ്ചിത ലക്ഷ്യവും ജീവധർമ്മവും. മനുഷ്യൻ ലക്ഷ്യം തെറ്റാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? മനുഷ്യൻ തൻ്റെ വിളി അനുസരിച്ച് ലക്ഷ്യം മുന്നിൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം ദൈവത്തെ അവിശ്വസിച്ച് ദൈവകൽപ്പന ലംഘിക്കുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്തു. അങ്ങനെ നന്മ മാത്രമായി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലേക്ക് മനുഷ്യൻ്റെ പാപം മൂലം തിന്മ കടന്നു വന്നു. തിന്മയുടെ ഉത്ഭവത്തിന് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1. മനുഷ്യൻ ലക്ഷ്യം തെറ്റി ജീവിക്കുന്നതാണ് പാപത്തിൽ വീഴുന്നതിനുള്ള ഒരടിസ്ഥാന കാരണം. അതിനാൽ ദൈവനിശ്ചിത ലക്ഷ്യം സദാ മുന്നിൽ കണ്ട് ദൈവകൽപ്പനയനുസരിച്ച് ദൈവാശ്രയത്തോടെ ജീവിക്കുകയാണ് പാപത്തിൽ വീഴാതിരിക്കാനുള്ള പ്രധാന മാർഗം. സങ്കീർത്തകൻ പറയുന്നത് പോലെ പാപത്തിൽ വീഴാതിരിക്കാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം. സങ്കീർത്തനം 119:11. 2. മനുഷ്യൻ പാപത്തിൽ വീഴാനുള്ള രണ്ടാമത്തെ കാരണം മനുഷ്യൻ സ്വതന്ത്ര മനസ്സോടെ ദൈവ തിരുഹിതത്തിന് പകരം സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കുന്നതാണ് പാപത്തിൽ വീഴുന്നതിന് മറ്റൊരു കാരണം. അതിനാൽ ദൈവ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിനുപരിയായി പ്രതിഷ്ഠിക്കുകയാണ് പാപത്തിൽ വീഴാതിരിക്കാനുള്ള എളുപ്പമാർഗം. 3. ദൈവത്തെ അവിശ്വസിച്ച് ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അവിശ്വാസവും അനുസരണക്കേടുമാണ് നമ്മെ പാപത്തിൽ വീഴ്ത്തുന്നത്. അതിനാൽ പാപത്തിൽ വീഴാതിരിക്കാൻ വിശ്വാസത്തിൽ ശക്തിയാർജിച്ചു വളരുകയും ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യണം. 4. സഹോദരൻ്റെ ഉയർച്ചയിലുള്ള അസൂയ പാപത്തിലേക്ക് നയിക്കുന്നു. സഹോദര സ്നേഹമാണ് ഇതിന് പരിഹാരമാർഗം. 5. ജഡമോഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപത്തിലാഴ്ത്തും. ജഡത്തിൻ്റെ പ്രവണതകളെ പൗലോസ്ലീഹ പറയുന്നത് പോലെ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുകയാണ് പരിഹാരമാർഗം. 6. അജ്ഞതയാണ് മറ്റൊരു പാപകാരണം. ദൈവിക അറിവിലും ജ്ഞാനത്തിലും വളരുകയാണ് ഇതിന് പരിഹാരമാർഗം. 7. ദൈവമഹത്വത്തിന് പകരം സ്വന്തം മഹത്വം തേടുന്നതും ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്നതും പാപമാണ്. വിനയത്തോടെ ദൈവാശ്രയത്തോടു കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ് പരിഹാരമാർഗം. സ്വന്തം മഹത്വം നിലനിർത്താൻ വേണ്ടി പണിയുന്ന ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ തകർന്നടിയും. ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. ഇന്ന് നമ്മുടെ ഇടയിലും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയല്ലേ. അതിനാൽ രൂപരഹിതമായവയെ രൂപപ്പെടുത്തുകയും ഇരുളകറ്റുകയും എല്ലാം നവീകരിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിൽ അനിവാര്യമായിരിക്കുന്നു. ഇതിന് വഴിയൊരുക്കാൻ താഴെ പറയുന്ന വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കണം നാം. 1. ദൈവകൽപ്പനകൾ വിശ്വസ്തയോടെ പാലിക്കുക. ദൈവത്തെ അവിശ്വസിച്ച് കൽപ്പന ലംഘിക്കാൻ ഇടയാകരുത്. 2. തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുത്ത് ജഡികതയുടെ കണ്ണ് തുറക്കാനും
ജഡമോഹങ്ങൾ നമ്മെ കീഴടക്കാനും ഇടയാകരുത്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് വചനത്തിന് ചെവി കൊടുത്ത് ജ്ഞാനദൃഷ്ടി തുറക്കപ്പെട്ട് തിന്മയെ കീഴടക്കാനിടയാകണം. 4. സഹോദരൻ്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട കായനെ പോലെ ആകരുത് നാം. പകരം സഹോദര സ്നേഹത്തിൽ വളരണം. 5. നോഹയെപ്പോലെ തലമുറയിലെ കറയറ്റ മനുഷ്യരായി ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുക. ഹേനോക്കിനെ പോലെ ദൈവത്തിന് പ്രിയങ്കരരായി ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുക. ആബേലിനെ പോലെ ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കുക. 6. സ്വന്തം മഹത്വം നിലനിർത്താൻ ഗോപുരം പണിയുന്നവരാകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാണ് മനുഷ്യൻ്റെ സൗഭാഗ്യം. 7. ദൈവിക പദ്ധതിക്കും അവിടുത്തെ തിരുമനസ്സിനും അനുയോജ്യമായിരിക്കണം മനുഷ്യൻ്റെ ഹൃദയാഭിലാഷവും അവൻ്റെ ലക്ഷ്യവും. 8. പാപിയെ പേര് ചൊല്ലി വിളിച്ച് തേടിയെത്തുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹവും അനുതപിക്കുന്ന പാപിയെ അടയാളമുദ്രയിട്ട് രക്ഷിക്കുന്ന സ്നേഹവും തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കാൻ നാം പരിശ്രമിക്കണം. 9. ഉൽപ്പത്തി 3:21 പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി സ്വയം ഉടയാടയുണ്ടാക്കി അവനെ മഹത്വത്തിൻ്റെ അങ്കി ധരിപ്പിക്കുന്നതിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ഹൃദയത്തിൽ ഉറപ്പിക്കുക. പരിശുദ്ധ അമ്മയെപ്പോലെ ഈ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കാം. നമുക്ക് ധ്യാനപൂർവം പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. രൂപരഹിതമായവയെ രൂപപ്പെടുത്തുകയും ഇരുളകറ്റുകയും തിന്മയെ കീഴടക്കുകയും എല്ലാം നവീകരിക്കുകയും ചെയ്യുന്ന ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.